ഹായ് ഗായ്സ്, നമുക്കൊരു ട്രിപ്പ് പോയാലോ? അത് ഒറ്റയ്ക്ക് എങ്ങനെയുണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? ഞാൻ ഇതുവരെയായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടാരക്കര സ്റ്റാൻഡ്. രാത്രി 10:30 കൊട്ടാരക്കരയിൽ നിന്നുള്ള ബസ്സായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബസ് ഒരു 10:45 ഒക്കെ ആയപ്പോൾ വന്നു. ഞാൻ ബസ്സിൽ കയറി സൈഡ് സീറ്റൊക്കെ പിടിച്ചു. നല്ല കുറേ പാട്ടുകളൊക്കെ കേട്ട് ആ ഒരു യാത്ര ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആ ഒരു യാത്രക്കിടയിൽ ഒരുപാട് അടിപൊളി കാഴ്ചകളുണ്ടായിരുന്നേ. ഏകദേശം 5 മണിയോട് കൂടി ഞാൻ മൂന്നാർ സ്റ്റേഷനിലെത്തി കേട്ടോ. അവിടെ നിന്ന് പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കോവിലൂർ എന്ന് പറയുന്ന ബസ്സിലാണ് ഞാൻ പോയത്. രാവിലെ 4 മണിക്ക് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ് കോവിലൂർ ബസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ എങ്ങോട്ടാണ് യാത്ര പോകുന്നതെന്ന്. അതെ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വട്ടവടയിലേക്കാണ് എൻ്റെ യാത്ര. മൂന്നാറിൽ മാട്ടുപ്പെട്ടി ഡാമും എക്കോ പോയിൻറ്റും ടോപ്പ് സ്റ്റേഷനും ഒക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? പക്ഷേ ഈ ഒരു യാത്ര ഒറ്റയ്ക്കാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ മൂന്നാറിന് ഒരു 44 കിലോമീറ്റർ കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വട്ടവടയിൽ ചെല്ലാൻ കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു യാത്ര. നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് മൂന്നാർ ഇങ്ങനെ തട്ടായിട്ട് തിരിച്ചിരിക്കുന്ന കാണാൻ തന്നെ എന്താ രസമല്ലേ. ഈ കാഴ്ചകളൊക്കെ കണ്ട് വന്നപ്പോഴത്തേക്കും ഈ കാണുന്നതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിംഗ് ഒക്കെ നടത്താൻ പറ്റും. പക്ഷേ എൻ്റെ യാത്ര വട്ടവടയിലേക്കായതുകൊണ്ട് ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ബസ്സിൽ തന്നെ ഇരുന്നു കേട്ടോ. മൂന്നാറിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാവുന്നതിൻ്റെ അപ്പുറമാണല്ലേ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. 1-2 ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല മൂന്നാർ. പോകുന്ന വഴിയിൽ ഗ്രാൻഡിസ് മരങ്ങളും പൈൻ മരങ്ങളും ഒക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഈ ഗ്രാൻഡിസ് മരം എന്ന്. പറഞ്ഞുതരാം. പേപ്പർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മരമാണേ ഗ്രാൻഡിസ് മരങ്ങൾ. അപ്പോൾ അത് ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊന്നിനെയും കണ്ടില്ല. ആകെ കണ്ടത് ഈ കുരങ്ങന്മാരെ മാത്രമാണ് കേട്ടോ. ബട്ട് അവർക്കും അവരുടേതായ ഒരു ലോകത്തിൽ അവരിങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു, എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ വനശ്രീയുടെ ഓഫീസ് കണ്ടു. പിന്നെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ ഒരു ഫീലായിരുന്നു കേട്ടോ. ബട്ട് എനിവേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ ഒരു ട്രിപ്പും. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ലൈഫ് ബിഗിൻസ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഡോണ്ട് വെയിറ്റ് ഫോർ എനിവൺ. Just pack your bags and set for a solo trip. I swear, you will be back with lots and lots of memories. ഞാനിത് വെറുതെ പറയുന്നതല്ല, എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പറയുന്നതാണ് കേട്ടോ. ശരിക്കും എൻ്റെ ജീവിതത്തിന് തന്നെ മാറ്റിമറിച്ചൊരു യാത്രയായിരുന്നു ഈ ഒരു വട്ടവട യാത്ര. എൻ്റെ ജീവിതത്തിന് തന്നെ പുതിയ ഡയമെൻഷൻസ് തന്നൊരു യാത്ര. എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, അതും ഇത്രയും ദൂരം എന്നെന്നെ പഠിപ്പിച്ചു. ഈ കാണുന്നതാണ് വട്ടവടയുടെ ഗേറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വട്ടവട എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു ഗേറ്റ് വേ ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗേറ്റ് വേ ആയിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ വട്ടവടയിലേക്ക് പോകുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സോളോ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ആയിരിക്കും. പക്ഷെ ഒരു സ്ത്രീക്ക് ഈ ഒരു സോളോ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ത്രൂ തന്നെയായിരിക്കും കേട്ടോ അവളുടെ ലൈഫിൽ. സോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഇതുപോലത്തെ ഒരു സോളോ ട്രിപ്പ്. ഇതാണ് കോവിലൂർ എന്ന് പറയുന്ന ഗ്രാമം കേട്ടോ. എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നറിയോ? ഒത്തിരി കോവിലുകൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പേര്. ഞാൻ താമസിച്ച റിസോർട്ടിലേക്ക് പോകുന്ന വഴിയെ കാണുന്ന കുറേ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളാണിതെല്ലാം. അപ്പോൾ ഇതായിരുന്നു ഞാൻ താമസിച്ച സ്ഥലം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സോളോ ട്രിപ്പ് പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാവൽ ഹബ് 24 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ആയിരുന്നു കേട്ടോ. അവരായിരുന്നു എൻ്റെ സ്റ്റേ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹേസി മൗണ്ട് വട്ടവട എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് എൻ്റെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ നമുക്ക് വന്ന് താമസിക്കാൻ പറ്റും. ഫ്രെയിം കോട്ടേജസും അതുപോലെ തന്നെ ടെൻറ്റ് സ്റ്റേയും അവിടെ അവൈലബിൾ ആണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസും ഇവിടെ ഉണ്ട്. വെയിൽ വിത്ത് തണുത്ത കാറ്റ്. എന്താ രസമല്ലേ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതാണ് സുരേഷ് ഏട്ടനായിരുന്നു കേട്ടോ എൻ്റെ അവിടുത്തെ ട്രാവൽ പാർട്ട്ണർ. ചേട്ടനായിരുന്നു എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ദേ ഈ കുലുക്കം മറ്റൊന്നും കൊണ്ടല്ല,
ഇവിടെ റോഡ് എന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ റോഡ്. റോഡുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇനി എന്തിനാണ് ഞാൻ അവിടെ പോയത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാനെങ്കിൽ പുതിയതായിട്ട് അവിടെ പൂജയാണ് കേട്ടോ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവിടെ എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യുക, അവിടെയുള്ള നല്ലവരായ കുറേ മനുഷ്യരെ കാണുക, അവരെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഐഡിയ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ മക്കൾ ട്വിൻസാണ്. എനിക്കും ട്വിൻസ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക സ്നേഹം തന്നെ എനിക്ക് അവരോടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല കുറേ മനുഷ്യരെ കാണാനും അവരോട് ഇടപഴകാനും സംസാരിക്കാനും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും അറിയാനും ഒക്കെ സാധിച്ചു. ആശാനും അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നേ. ദേ ഇതാണ് നമ്മുടെ പൂജ. അമ്പലത്തിൽ വൈകുന്നേരമാണ് പൂജ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗവും ആവാൻ പറ്റി. അപ്പോൾ വൈകുന്നേരം ഞാൻ റിസോർട്ടിലെത്തിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയായിരുന്നു. DJ ഉണ്ടായിരുന്നു, ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെ ഒരുപാട് നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ആ റിസോർട്ട് ഫുള്ള് നന്നായി എൻജോയ് ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. പുട്ടും കടലയായിരുന്നു അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ലൊരു കട്ടൻ ചായ, ഇഞ്ചിയൊക്കെ ഇട്ട കട്ടൻ ചായ. കുട്ടികളായിട്ട് വന്നാൽ അവർക്ക് തീരെ ബോറടിക്കില്ല കേട്ടോ. ഇവിടെ കളിക്കാൻ വേണ്ടി ഒരു പ്ലേ ഏരിയയൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. സീസോയും സ്വിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും അവിടെ നന്നായി എൻജോയ് ചെയ്യാനുള്ള സ്പോട്ട്സും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവിടെ സ്ട്രോബെറി തോട്ടങ്ങൾ കാണാൻ പറ്റും, ചെലന്തിയാർ വാട്ടർഫോൾസ് കാണാൻ പറ്റും. ശരിക്കും എനിക്ക് ഒരൊറ്റ ദിവസമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നെക്സ്റ്റ് ടൈം ഫോർ ഷുവർ ഞാൻ ഇതെല്ലാം പോയി കാണും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതെല്ലാം റിസോർട്ടിനകത്തുള്ള പൂക്കളാട്ടോ. എന്ത് രസമല്ലേ, പൂക്കളെ ഒരു ഹൊയ് വിടുമോ എന്ന് നമ്മൾ പറയുന്ന പോലെ ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതോടുകൂടി എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. 1 മണിയോട് കൂടിയാണ് എൻ്റെ ബസ് വരുന്നത്. ഇന്നലെ വന്ന അതേ ബസ്സിൽ തന്നെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. കൊച്ചി വരെയാണ് ആ ബസ് ഉള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും സുരേഷ് ചേട്ടനെ വിളിച്ചു. സുരേഷ് ചേട്ടൻ വന്നു. ഞാൻ എൻ്റെ എല്ലാം പാക്ക് ചെയ്തു. അവിടെ ചെന്ന് ഒരു ചായയൊക്കെ കുടിച്ചപ്പോൾ ബസ് വന്നു കേട്ടോ. എന്തായാലും ബസ്സിൽ കയറിയപ്പോൾ കാണാൻ ദേ അവിടെ ഇരിക്കുന്നു. ആരാ? നമ്മുടെ ഞാൻ ചെയ്യാൻ പോകുന്ന പടത്തിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള കാർത്തികയാണിത്. കാർത്തിക എന്നെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് പൂമ്പാറ്റേ പൂമ്പാറ്റേ എന്ന് പറഞ്ഞുള്ള ചിരിയാണ്. കണ്ടപ്പോൾ തൊട്ട് ചിരിക്കണോ കരയണോ എന്നുള്ളൊരു ഒരു എഫക്റ്റിലായിരുന്നു കേട്ടോ ആൾ. പിന്നെ അതെ ഇതാണ് നമ്മുടെ ചിന്തു, ഈ പടത്തിൻ്റെ അസോസിയേറ്റാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ലൊരു യാത്ര ഇവിടെ നിന്ന് ഒരുമിച്ചായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിൽ കയറി കുറേ നേരം അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബസ്സിൽ കയറിയപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, കുറേ സമയവും ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഒന്ന് വായിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് ആദിലിൻ്റെ ഹാപ്പി ജേണി എന്ന് പറഞ്ഞ ബുക്കാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു ബുക്കാണ്. ഈ അടുത്തിടെയൊന്നും എനിക്ക് ഇത്ര അങ്ങ് കണക്റ്റായ ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. റാം കെയർ ഓഫ് ആനന്ദിക്ക് ശേഷം എന്നെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത ഒരു ഇംഗ്ലീഷ് ബുക്കാണ് ഹാപ്പി ജേണി. കാരണം എൻ്റെ ലൈഫുമായിട്ട് അതിന് എന്തൊക്കെയോ കണക്ഷൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി. ഈ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കോട്ട്സ് എൻ്റെ കണ്ണി ഉടക്കി കേട്ടോ. അതിലൊരു കോട്ടാണേ ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യുന്നത്. ദ ട്രൂ ബ്യൂട്ടി ഓഫ് ജേർണി ലൈസ് നോട്ട് ഇൻ ദ ഡെസ്റ്റിനേഷൻ വി പ്ലാൻ ബട്ട് ഇൻ ദ കമ്പനി വി ചൂസ് അലോങ് ദ വേ. അല്ലേ? ശരിക്കും നമ്മളിപ്പോൾ യാത്രകൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? അതിൽ ഒരാൾ അലമ്പായി കഴിഞ്ഞാൽ ആ ട്രിപ്പ് ഫുള്ള് കൊളാവും അല്ലേ? അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യമാണേ. അങ്ങനെ ഈ പുസ്തകമൊക്കെ വായിച്ച് ഏകദേശം പകുതി വഴി ആയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഏകദേശം 1.5 മണിക്കൂർ ഈ ബ്ലോക്കിൽ പെട്ടു. പക്ഷേ എന്താണെന്നറിയില്ല, ആ ബ്ലോക്കും ഒരു രസമായിരുന്നു കേട്ടോ. ഒട്ടും തന്നെ ബോറടിക്കാത്ത ഒരു ബ്ലോക്കായിരുന്നു. ആ വഴിക്ക് തന്നെ കുറേ ചേട്ടന്മാർ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ അല്ലേ, ലൈഫ് എൻജോയ് ചെയ്യാൻ ഓരോരോ മാർഗ്ഗങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തു കേട്ടോ. ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ബസ്സിലിങ്ങനെ സൈഡ് സീറ്റിലിരിക്കുന്ന പുസ്തകമൊക്കെ വായിച്ചു പോകുമ്പോഴത്തേക്കുള്ളൊരു വികാരം ഉണ്ടല്ലോ, അത് ശരിക്കും ആൽക്കഹോളിക് തന്നെയാണ് കേട്ടോ. വീണ്ടും ദേ ബ്ലോക്ക്. ഞാൻ ഏകദേശം 1.5 മണിക്കൂർ ഈ ബ്ലോക്കിൽ പെട്ടു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നേ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെയുള്ള തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കടകളാണ് ഇതെല്ലാം. അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഈ കടയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഇതെല്ലാം കണ്ടു കേട്ടോ.
അപ്പോൾ ഈ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. അങ്ങനെ അതും എനിക്ക് എന്തായാലും കാണാൻ പറ്റി. സോ താങ്ക് യു സോ മച്ച് വട്ടവട ഫോർ ഗിവിങ് മീ സോ മെനി ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, വൺസ് ഇൻ ലൈഫ് ടൈം എപ്പോഴെങ്കിലും ഒരു സോളോ ട്രിപ്പ്, അറ്റ്ലീസ്റ്റ് ഒരു സിനിമയ്ക്കെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പോയിരിക്കണം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് പറയാതെ തന്നെ നിങ്ങൾ അനുഭവിക്കണം കേട്ടോ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ യാത്രയുടെ അവസാനിക്കുകയാണ്. ഏകദേശം 8:30 തന്നെ ഞാൻ കൊച്ചിയിലെത്തി. അവിടെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ കുറച്ച് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ കൊട്ടാരക്കരയിൽ പോയി. അവിടെ എന്നെ 2 പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും വീട്ടിലെത്തണമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇറ്റ്സ് മീ പൂമ്പാറ്റ സൈനിങ് ഓഫ്. ലവ് യു ഓൾ ഉമ്മ.